നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കാർത്തികയുടെ ലക്ഷ്മിയമ്മയുടെ അടുത്ത് വന്ന് CI മാർട്ടിൻ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മാർട്ടിൻ പറഞ്ഞു, അല്ല, നിങ്ങൾ നേരത്തെ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലേ ഈ ഗംഗാപ്രസാദിന്റെ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, ഒരു പരാതിയല്ല സാറ്, കുറെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ആയുധങ്ങളുമായിട്ടായിരുന്നു നടക്കുന്നതല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കാർത്തികയെ ലക്ഷ്മിയമ്മ പരസ്പരം ഒന്ന് നോക്കി. അപ്പോഴേക്കും മാർട്ടിൻ പറഞ്ഞു, ഒരു തവണ നിങ്ങളുടെ വീട്ടിൽ വെച്ച ദീപ എന്ന സ്ത്രീയെ അവൻ കുത്തിക്കൊന്നു. പിന്നെ അതിനുശേഷം ഒരു പ്രാവശ്യം ക്രിസ്മസ് സമയത്ത് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ വന്ന് നിങ്ങളുടെ വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് കാർത്തിക അവന് ഷൂട്ട് ചെയ്തില്ലെന്ന് ചോദിച്ചു. അത് ശരിയാ സാറിന് കാർത്തികയെ സമ്മതിക്കുകയും ചെയ്തു. അല്ല, പിന്നീട് കാർത്തിക അവനെ കണ്ടിട്ടാണ് ഇല്ലെന്നാണോ പറയണേ? കാർത്തികയുടെ കല്യാണ സമയത്ത് അവൻ ഓഡിറ്റോറിയത്തിലേക്ക് വന്നില്ലേന്ന് ചോദിച്ചു. എനിക്കറിയില്ല സാർ, എനിക്കറിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് കേട്ട് കഴിഞ്ഞപ്പോൾ CI പറഞ്ഞു, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അവൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ വന്നതിന് ശേഷം അവൻ തിരികെ പോയിട്ടില്ല. അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, അവൻ അത്രയ്ക്കൊരു ക്രൂരനാണ് സാറേ, അവൻ എന്തേലും സംഭവിച്ചു പോയിട്ട് ഞങ്ങൾക്ക് സന്തോഷമുള്ളെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാർട്ടിൻ പറഞ്ഞു, ശരിയായിരിക്കും, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരിക്കും, കാരണം അവൻ്റെ ക്രിമിനലാണല്ലോ. പക്ഷേങ്കിൽ നിങ്ങൾക്ക് അവനൊരു കൊലയാളി ഇതൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. അവനെ കൊന്ന ആരാണെങ്കിലും ശരി, അവനൊരു ക്രിമിനൽ തന്നെയാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്വേഷിക്കുന്നത്. എന്താണെങ്കിലും ഞങ്ങൾ ഇനി വീണ്ടും ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയാമെങ്കിൽ പറയുന്നതായിരിക്കും നല്ലത്. കാർത്തിക പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ, എന്തേലും അറിയാമായിരുന്നേ ഞങ്ങൾ പറഞ്ഞുതരാം. അവനെ കൈ കിട്ടിയിട്ടുണ്ട്, തീർക്കാൻ തയ്യാറായിട്ടാണ് ഞങ്ങളൊക്കെ നടക്കണത്. അവൻ അത്രയ്ക്കൊരു ക്രൂരനാണ് സാറേ, അവനെക്കുറിച്ച് സാറിന് കൃത്യമായിട്ട് അറിയത്തില്ലാത്തോണ്ടാ. അപ്പോഴേക്കും മാർട്ടിൻ പറഞ്ഞു, അവനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേങ്കിൽ അവൻ നിങ്ങൾക്ക് ക്രിമിനൽ ആണെങ്കിലും ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവൻ ശിക്ഷ കൊടുക്കേണ്ട കോടതി നിയമവും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പം സ്വയം ആർക്കും അങ്ങനെ ശിക്ഷ കൊടുക്കാനായിട്ട് പറ്റത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. ശരി, വീണ്ടും നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് CI അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയത്ത് ലക്ഷ്മിയമ്മയ്ക്കും കാർത്തിക്കും നല്ല ടെൻഷനായി. അവർക്കറിയില്ലോ എന്താ ഏതാ സംഭവിച്ചതെന്നൊന്നും. പിന്നീട് കാർത്തിക ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, അമ്മേ, ഒരു പക്ഷെ അന്ന് അവൻ അവിടെ വന്നിട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചു. ലക്ഷ്മിയമ്മ പറഞ്ഞു, ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ അവൻ എന്തേലും സംഭവിച്ചു കാണുമായിരിക്കും. അത് കേട്ടപ്പോൾ കാർത്തിക പറഞ്ഞു, എന്തേലും സംഭവിക്കട്ടെ, അത് നല്ല കാര്യമല്ലേന്ന് ചോദിച്ചു. അവൻ മരിച്ചു പോയാൽ മതിയായിരുന്നു മോളെ. അപ്പൊ അതിനകത്തൊരു പ്രശ്നമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ അവനെ ഉണ്ടായിരിക്കുക. അന്ന് അവിടെ കിരണക്കല്ലേ ഉണ്ടായിരുന്നേ, ചിലപ്പോൾ അങ്ങനെ എന്തേലും ആണോ എന്ന് അറിയില്ലല്ലോ. അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ കാർത്തികയ്ക്കും ഭയങ്കര ടെൻഷനായിപ്പോയി. ഇതേ സമയത്ത് കല്യാണിന്റെ അടുത്തേക്ക് കിരൺ വന്നിട്ട് പറഞ്ഞു, അതെ, അയാള് പിന്നാലെ തന്നെ കൂടിയിരിക്കുക, ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയാൽ മതിയാവുന്നുള്ള രീതിയിൽ ഏകദേശം ഞങ്ങളോട് അടുത്തെത്തി കഴിഞ്ഞെന്ന് എനിക്ക് തോന്നേ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കിരണേട്ട അച്ഛനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചൂടെ? ഏതൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുവാണെങ്കിൽ ഈ കേസ് വഴിതിരിച്ചു വിടാനായിട്ട്. അതൊന്നും നടക്കുന്ന കാര്യമില്ല കല്യാണി. ഇയാളെ ഇവിടെ സ്ഥലം മാറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ അടുത്ത ആളെ ഇവിടെ ചാർജ് എടുക്കും. അയാളും ചിലപ്പോൾ ഇതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലോ എപ്പോഴാണ് പിടിക്കപ്പെടേണ്ട കാര്യത്തിൽ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു. അല്ല, വേലുവിനെ വന്ന് ചോദ്യം ചെയ്തായിരുന്നല്ലോ. അതെ, വേലുവിനെ ഇതിന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ പറയും അവനാണ് കൊന്നേന്ന് പറയും. പക്ഷെ അത് പാടില്ല, കാരണം ഞാനല്ലേ അവനെ തീർത്തെ. അപ്പൊ കുറ്റമായിട്ട് എടുക്കേണ്ട ആൾ ഞാനാ. ഒരിക്കലും ഞാൻ മറ്റുള്ളവരുടെ തല കെട്ടിവെക്കില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിലും എനിക്ക് അങ്ങനെ രക്ഷപ്പെടണം എന്നൊന്നും ഒരു ആഗ്രഹം ഇല്ലാന്ന് പറഞ്ഞു. കല്യാണിക്ക് ഭയങ്കര ടെൻഷനായി. ആ സമയത്താണ് സരയു അങ്ങോട്ടേക്ക് വരുന്നത്. സരയുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, എന്താ സരയു? അതെ, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, മോൾക്ക് നല്ല ജലദോഷവും ചെറിയ പനിയും ഉണ്ടെന്നാ പറഞ്ഞേ, എനിക്കൊന്ന് വീട്ടിൽ പോണായിരുന്നു പറഞ്ഞു. അതിനെന്താ, ഒരു കാര്യം ചെയ്യാം, മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടേന്ന് ചോദിച്ചു. കൊണ്ടുപോകണം, അന്നൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, കിരണേട്ട ഒരു കാര്യം ചെയ്യാം, മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ സരയുവിന് ഇഷ്ടപ്പെട്ടില്ല. എന്തിനും ഏതിനും അവളുടെ ശുപാർശ വേണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ സരയു പറയാണ്. അപ്പോഴേക്കും കിരൺ ചോദിച്ചു, കല്യാണി ഇന്നെവിടെയും സൈറ്റിൽ എവിടെയെങ്കിലും ഒക്കെ പോകാനുണ്ടോന്ന് ചോദിച്ചു. അത് സാരമില്ല, കിരണേട്ടൻ പോയിക്കോ, തൽക്കാലത്തേക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സരയും കിരണും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയത്ത് സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചു, സാറേ ഇതെങ്ങോട്ടാ? അത് പിന്നെ കൺമണി മോൾക്ക് നല്ല സുഖമില്ലാന്ന് പറഞ്ഞു, അവളെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, അതിന് പോവാന്ന് പറഞ്ഞു. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കാറിലേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുന്ന സമയത്ത് പറയും മനസ്സ് വിചാരിച്ചു, എനിക്ക് എന്തൊരു സന്തോഷമാണ്, കാരണം ഇവൻ എൻ്റെ അടുത്തുള്ളപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്, ഇതിനു മുമ്പ് ഇല്ലാത്ത ഒരു സന്തോഷം. കാരണം കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലും സരേന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് കാറിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, അല്ല സരു, നിനക്ക് എന്തെങ്കിലും പർച്ചേസിങ് ഉണ്ടോന്ന് ചോദിച്ചു. അതെന്താ കിരൺ അങ്ങനെ ചോദിച്ചേ? അല്ല,
ഇനി നമ്മൾ ടൗണിലേക്കല്ലേ പോകുന്നത്, നിനക്ക് എന്തേലും വാങ്ങാൻ എന്തേലും ഉണ്ടെങ്കിലേ. അത് കേട്ടപ്പം സരി പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അല്ല, മോൾക്ക് എന്തേലും വേണമെങ്കിൽ അത് നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു. അവൾക്ക് എന്തേലും വേണമെന്ന് ചോദിച്ചിട്ട് വാങ്ങാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. അച്ഛനും അമ്മയും അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷനില്ല. എന്നാലും ഇനിയിപ്പം നീ കുഞ്ഞിനെ കാണാൻ ചെല്ലുമ്പോഴേ കുഞ്ഞിന് എന്തേലും വാങ്ങിച്ചു കൊടുക്കണേ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വല്ലപ്പോഴല്ലേ ഇങ്ങനെ പുറത്തിറങ്ങുന്നുള്ളൂ. അത് ശരി കിരണേന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ശാരി കുഞ്ഞിനെയും കുഞ്ചോണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിന് പറയത്തക്ക പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്നിട്ട് സരി ചോദിച്ചു, മോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് മോളെ എടുക്കുവാണ്. ഇപ്പൊ അവൾക്ക് പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നുള്ളൂ, അത് കുറഞ്ഞു. ഇവിടെ ഇരുന്ന മരുന്നും കാര്യങ്ങളും ഞാൻ എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് നല്ലത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കിരണേ, ഇപ്പൊ നല്ല കുറവുണ്ട് അവക്ക്. പെട്ടെന്ന് തന്നെ അതും കൂടെ കുറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ്. ശാരിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതെ ഞാൻ എന്താണെങ്കിലും അച്ഛനമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടാ കൺമണി മോളെ എന്ന് പറഞ്ഞിട്ട് കിരൺ അവരെ കാണാനായിട്ട് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ശാരി ചോദിച്ചു, നീ എന്താ മോളെ എന്നെ ഇങ്ങനെ നോക്കണേ എന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുഞ്ഞിനെ കൊണ്ടുപോകണോ വേണ്ടതെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്, കുഞ്ഞിന്റെ അമ്മയാ ഞാന്. അല്ല, അതിന് കുഞ്ഞിനിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമുണ്ടോന്ന് ഞാൻ തീരുമാനിക്കും. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം. അല്ല, വെറുതെ എന്തിനാ കുഞ്ഞിന്റെ അങ്കിളിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് കരുതിയിട്ടാന്ന് പറഞ്ഞു. അങ്കിളോ? ഏത് കിരണോ? അങ്കിളല്ല, അച്ഛൻ. അച്ഛനാ? അതെ, ഇനി മുതല് കുഞ്ഞിന്റെ അച്ഛൻ അവനായിരിക്കും കിരണം. നീ എന്തൊക്കെയാ മോളെ പറയണേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. കൂടുതലും മനസ്സിലാകാതിരിക്കുന്നതാ നല്ലത്. കാരണം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. നിങ്ങൾ വാ പോയ ഒരു കോടാലിയാണ്. എന്റെ പെറ്റമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരാരോടും പക്ഷെ പറയത്തില്ല. പക്ഷെ നിങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ല, നിങ്ങൾ ആരുടെയൊക്കെ പാടി നടക്കും. അതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ, എന്ത് കാര്യമുണ്ടല്ലോ എന്നോട് തെളിച്ചു പറ. അത് കേട്ടതും സരയു പറഞ്ഞു, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഞാനും കിരണും കൂടെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കിരണിനെ വിളിച്ചോണ്ട് ഇവിടം വരെ വന്നേ. അറിയാലോ, കിരണിനോടൊപ്പം എനിക്ക് യാത്ര ചെയ്യണം. കിരണിനെ എന്നെ സ്വന്തമാക്കണം. സ്വന്തമാക്കാനോ? അതെ, എന്റെ മുറച്ചെറുക്കനല്ലേ അവന്. അവൻ എന്റെ ജീവിതത്തിലേക്ക് വരണം, കണ്ണുമണി മോളുടെ അച്ഛനായിട്ട്. അതിനതൊക്കെ നടക്കുന്ന കാര്യമുണ്ടോ? കല്യാണി ഇല്ലേന്ന് ചോദിച്ചു. കല്യാണി, അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം. അവളെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും ഞാൻ കിരണിനെ സ്വന്തമാക്കും. പക്ഷെ നിങ്ങളിത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ ജീവനോടെ കാണത്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ് ശാരിയെ. ശാരിക്കാണെങ്കിൽ വല്ലാത്ത വെപ്രാളായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ശാരിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ കിരണും സരയും കൂടെ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കാണുവാണ്. ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പം ടെമ്പറേച്ചർ ഒന്നുമില്ല, ചെറിയൊരു ജലദോഷം മാത്രമേ ഉള്ളൂ. പിന്നെ അതിനുള്ള മെഡിസിനും കാര്യങ്ങളും ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അല്ല, സരയുവിന് ഭയങ്കര ടെൻഷനേ, കുഞ്ഞിന്റെ കാര്യത്തിൽ അവൾക്ക് ഭയങ്കര ടെൻഷനാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, കല്ലുമോൻ സുഖമല്ലേന്ന് ചോദിച്ചു. അവ സുഖമായിട്ടിരിക്കുന്നു. അവന്റെ അമ്മ പിന്നെ അവന് ആയുർവേദ മരുന്നാ കൊടുക്കുന്നേ. സീസൺ മാറി വരുന്നതിനനുസരിച്ച് അവന് ഒരു മെഡിസിന് കൊടുത്തോണ്ടിരിക്കും. അതുകൊണ്ട് വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നും അവന് ഇല്ലാന്ന് പറഞ്ഞു. ഇനിയിപ്പം കൺമണി മോളെ അതൊക്കെ ശീലിപ്പിക്കണമെന്ന് പറയാണ്. അതല്ല, സരു ഇങ്ങനെ കേട്ടിങ്ങനെ കിരണിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് സരുവിനോട് ഡോക്ടർ പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഈ മരുന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേനും അതങ്ങോട്ട് ഭേദമാവും. പിന്നെ കുട്ടികളാകുമ്പോൾ കുറച്ച് ചിത്താന്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ല, അമ്മയോടൊപ്പം അല്ലേ മോള് നിൽക്കണേ. അപ്പോഴേക്കും സരി പറഞ്ഞേ, അല്ല, കിരണിന്റെ അമ്മയോടും അച്ഛനോടും ഒപ്പയാ എന്നെക്കാളും കൂടുതൽ കംഫർട്ട് അവരുമായിട്ടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നു പറഞ്ഞു. എന്നാ ശരി, അല്ല, എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യണോ ഡോക്ടർ എന്ന് സരയു ചോദിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനി പനിയൊക്കെ വന്നിട്ട് കുറയാതെ വന്നു കഴിഞ്ഞാൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവര് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയത്ത് കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അയ്യോ കരയില്ലെന്നൊക്കെ പറഞ്ഞൊരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കുക. സരയുവിന് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി. കാരണം കിരണ് സ്വന്തം കുഞ്ഞിനെ പോലെ കൺമണി മോളെ സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവനെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ നിറയും. പിന്നീട് കിരൺ കമ്പനിയിലേക്ക് വരുവാണ്. ആ സമയത്ത് കല്യാണി വെച്ച്, എങ്ങനെയുണ്ട് മോൾക്ക്? കുഴപ്പമൊന്നുമില്ല, ഒരു ജലദോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടറെ കാണിച്ച് മെഡിസിൻ വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് കല്യാണി ഒരു കത്തെടുത്ത് കൊടുക്കുന്നത്. ഇതെന്താ? ഇത് ജയിലിൽ നിന്ന് വന്ന കത്താണല്ലോ എന്ന് പറഞ്ഞു. അതെ, മനോഹർ അയച്ചാന്ന് പറഞ്ഞു. അല്ല, ഇതിനകത്ത് കുഞ്ഞിനെ കാണണമെന്നൊന്നും അവൻ പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരണൻ പറഞ്ഞു, ഇനിയിപ്പം അവന്റെ കത്തൊന്നും ഇവിടെ സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും അവനോടൊപ്പം നിൽക്കാൻ നമുക്ക് പറ്റില്ല. സരുവിന്റെ ഭാഗത്താണ് ന്യായം. കാരണം അവൻ എത്ര പെൺകുട്ടികളെ വഞ്ചിച്ച. ഇനിയിപ്പം
അവന് സപ്പോർട്ടായിട്ട് നമ്മൾ നിന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സരയുവിന്റെ സ്വഭാവത്തിൽ വീണ്ടും മാറ്റം ഉണ്ടാവും പറഞ്ഞു. കല്യാണി പറഞ്ഞു, അത് ശരിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും കിരണേട്ടാ? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അവനെ ഒന്ന് പോയി കണ്ടാലോ, കത്തെഴുതലെന്നൊക്കെ പറഞ്ഞാലോ, ഉള്ള സത്യാവസ്ഥ പറഞ്ഞാലോ? അത് വേണ്ട. ഒരു കാര്യം ചെയ്യാം, അച്ഛനെ കൊണ്ട് സൂപ്രണ്ടിനെ ഒന്ന് വിളിപ്പിക്കാം. പിന്നെ അവന്റെ കത്തൊന്നും ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യണ്ടെന്ന് പറയാം. പിന്നെ കിരണേട്ട, ആ കത്തിന്റെ അവസാനം എഴുതിയേക്കുന്ന കണ്ടോ? രാഹുൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെന്ന്, പരോളിന് ഇറങ്ങുന്നുണ്ട്, സൂക്ഷിക്കണമെന്ന്. അത് ഞാനും കണ്ടായിരുന്നു. സാരമില്ല, അയാൾ ഇറങ്ങട്ടെ. ഒരു ശത്രു പോയി കഴിഞ്ഞപ്പോ അടുത്ത ശത്രു ഇറങ്ങുവാന്ന് തോന്നേ. അയാളെ കൊല്ലണ്ട വരുമെന്നാ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴേ കല്യാണി പറഞ്ഞു, കിരണേട്ട എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. പിന്നല്ലാതെ, ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ ഉമാരെയൊക്കെ തീർത്ത് കളയണം. നമ്മൾ എത്ര സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയതാ. അമ്മാവനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെപ്പോലെ ദുഷ്ടം വേറെ ഇല്ലാന്ന് പറഞ്ഞു. മിക്കവാറും പുതിയ എന്തേലും പ്ലാനൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നത്. നമ്മൾ സൂക്ഷിക്കണം കല്യാണി എന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ കിരണേട്ടന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുള്ളൂ. ഒന്നാമത്തെ കാര്യം, പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുമല്ലേ ആ ഗംഗാപ്രസാദിന്റെ തിരോധാനത്തെ കുറിച്ച്. അതെങ്ങാനും അന്വേഷിച്ച് ഇനി വന്നിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാവും. അതിന്റെ ഇടയ്ക്കലാണ് ഓരോ നൂലാമലകൾ പോലെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. നീ അതൊന്നും ഓർത്തിപ്പോ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കിരൺ കല്യാണിയെ ആശ്വസിപ്പിക്കുവാണ്. ആ സമയത്ത് രാഹുലും വിക്രവും കൂടെ ജയിലിലാണ്. രാഹുൽ വിക്രത്തോട് പറഞ്ഞു, നാളെ ഞാൻ ഇറങ്ങിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അവളെ തീർത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അങ്ങനെ രാഹുലങ്ങൾ ചെയ്യുവാണെങ്കിൽ അതെനിക്കൂടെ ഗുണകരമായിട്ടുള്ള കാര്യമല്ലേ? ഞാനും കുറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു കാര്യമാണ്. എന്ത് ചെയ്യാനാ, എനിക്ക് പരോള് കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാനും ഈ സമയത്ത് അങ്കിളിനോടൊപ്പം ഇറങ്ങിയാനും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങുമായിരുന്നെങ്കിൽ അങ്കിളിനൊരു സഹായമായേനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു, നീ വിഷമിക്കണ്ട, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. അല്ല, ഗംഗാപ്രസാദും മരിച്ചു പോയെന്നല്ലേ വാർത്തയ്ക്കകത്തൊക്കെ പറയണേ? സത്യമായിരിക്കില്ല അങ്കിളെ? അവൻ അങ്ങനെയൊന്നും മരിക്കത്തില്ലടാ. മരിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കാർത്തികയുടെ കല്യാണം നടക്കത്തില്ലോ. കാർത്തികയുടെ കല്യാണം നടന്നല്ലോ, അപ്പം മരിച്ചു കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു, ഇനിയിപ്പോൾ ആരൊക്കെ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിൽ ശരി, ഞാൻ ചെയ്യേണ്ട കർമ്മം ഞാൻ ചെയ്തിട്ടോ തിരികെ വരുള്ളൂ. എൻ്റെ മോൾക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എനിക്ക്. അതിന് ആ കല്യാണം ഇല്ലാതാവണം. അതിനായിരിക്കും ഇനി എൻ്റെ പരിശ്രമം എന്നൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.